നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കുടുങ്ങിയ കുവൈറ്റി പൗരന്മാരെ ഒഴിപ്പിക്കാൻ സഹായിച്ചതും കുവൈറ്റിലേക്ക് മെഡിക്കൽ സഹായം നൽകിയതിനും പ്രത്യുപകാരമായി കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സൗജന്യമായി നാട്ടിലെത്തിക്കാമെന്ന കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയെ അറിയിച്ചിരിക്കുകയാണ്. പൊതുമാപ്പിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത പ്രവാസികളെ സൗജന്യമായി തങ്ങളുടെ വിമാനത്തിൽ തന്നെ ഇന്ത്യയിൽ എത്തിക്കാമെന്നാണ് കുവൈറ്റ് സ്ഥാനപതി ജസീം അൽ നജീം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡിനെ നേരിടുന്നതിനായി 15 അംഗ മെഡിക്കൽ സംഘത്തെയും 2 ടൺ മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ത്യ ഏപ്രിൽ 11 തീയതി കുവൈറ്റിലേക്ക് അയച്ചിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ സംഘം 2 ആഴ്ചയോളം കുവൈറ്റ് മെഡിക്കൽ സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പാരസെറ്റമോൾ ഗുളികകൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രത്യുപകാരമായാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ സൗജന്യമായി തിരിച്ചയക്കാമെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിരിക്കുക. നിലവിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് കുവൈറ്റ് സൗജന്യ യാത്രാ ടിക്കറ്റും താമസവും ഭക്ഷണവും നൽകി വരുന്നുണ്ട്. 12,000 ഇന്ത്യക്കാർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഇതിനു പുറമെയാണ് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ കുവൈറ്റിന്റെ സ്വന്തം ചെലവിൽ എത്തിക്കണമെന്ന വാഗ്ദാനം ലഭിക്കുന്നത്. ഇന്ത്യയുടെ സമ്മതം ലഭിക്കുന്ന പക്ഷം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുവൈറ്റികളെ പൂർണ്ണമായും തിരിച്ചെത്തിച്ച ശേഷം ഈ മാസം പകുതി മുതൽ ദൗത്യം ആരംഭിക്കുവാനാണ് കുവൈറ്റ് പദ്ധതി തയ്യാറാക്കുക. കുവൈറ്റിലെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ പകുതിയോളം ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് നിന്ന് പരമാവധി വിദേശികളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് അയക്കുന്നതിൽ കൂടി ഭക്ഷ്യസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഏറെ സമ്മർദ്ദം കുറയ്ക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് കുവൈറ്റ് കരുതുക. ഈ സാഹചര്യത്തിലാണ് കുവൈറ്റ് ഇന്ത്യക്ക് ഇത്തരമൊരു വാഗ്ദാനം നൽകിയെന്നുള്ളത് തന്നെയാണ് ആ സൂചനയിൽ നിന്ന് വ്യക്തമാകുന്നത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് പുനർ ആരംഭിക്കുന്നത് എന്ന് മുതൽ ആയിരിക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല. മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നാണ് എംബസി അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നാൽ ഉടൻ തന്നെ എംബസിയുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലൂടെയും അറിയിക്കുമെന്നും ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.